എവിടെ പഠിച്ചു എന്നുള്ളതിനേക്കാളും ഇപ്പൊ നിങ്ങൾ എന്താ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് ഒബ്വിയസ്ലി. ഇപ്പൊ നമ്മൾ ആ വർഷത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അന്ന് അതിൻ്റെതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ടൈം ഭയങ്കര ഒരു ഫാക്ടർ ആയിരുന്നു എനിക്ക്. കാരണം എൻ്റെ മാരേജ് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു 3-4 മാസം കുറച്ച് കഷ്ടപ്പെടണം എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. കാരണം എന്തായാലും ഒരു ബ്രേക്ക് വരാൻ പോവാന്നുള്ളത്. സെക്കൻഡ് ഇയറിലാണ് ഒരു മേജർ കേസസും എല്ലാ കാര്യങ്ങളും സെക്കൻഡ് ഇയറിലാണ് കൂടുതൽ. പഠിപ്പിക്കുന്നില്ല എന്നല്ല, പക്ഷെ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് എന്തായാലും. കാരണം അവിടുത്തെ വർക്ക് ഷെഡ്യൂളും OP എല്ലാം അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിലൊക്കെയുള്ള ക്ലാസ്സസും ഇതൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ നല്ല ക്ഷമ വേണം. പേഷ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു എൻഡോഡോണ്ടിസ്റ്റിൻ്റെ ഇതിൽ. കാരണം ഞാൻ ഒരു കേസ് ചെയ്താൽ ചിലപ്പോൾ 3-4 മണിക്കൂർ എടുക്കും. എന്നിട്ട് ഫൈനൽ ഇത് നോക്കുമ്പോൾ ചില റീൽസിലൊക്കെ കാണാറില്ലേ, ദൂരെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോയി നോക്കുന്ന അതേ ഒരു ഫാക്ടറാണ് അത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിൽ നമ്മുടെ സിലബസിലൊന്നും അത്ര ഇല്ല. പക്ഷെ പുറത്തൊക്കെ കമ്മ്യൂണിക്കേഷൻ അത് ഭയങ്കര ഒരു ഫാക്ടറാണ്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളും പേഷ്യൻറ്റുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ആ ട്രസ്റ്റ് അവർ ബിൽഡ് ചെയ്യുന്നത്. ഒരു 5 വർഷം മുന്നേ ആണെങ്കിലും ഇനി ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ടോക്കുകൾ മാറാൻ പോകുന്നില്ല. നമ്മൾക്ക് എന്താണെന്നുള്ളതാണ് ഡെഫിനറ്റ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് ബിസിനസ് വേണ്ടെന്നുള്ളതായിരുന്നു. കോളേജ് നിങ്ങൾ വിട്ടേക്ക്, കോളേജ് നോക്കണ്ടെന്നല്ല, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ സ്പെഷ്യാലിറ്റിയാണ് ചൂസ് ചെയ്യേണ്ടത്. ഹായ്, ഞാൻ ഡോക്ടർ ഷബ്ന. ഞാൻ എൻ്റെ BDS ചെയ്തത് ട്രിവാൻഡ്രം ഡെൻ്റൽ കോളേജിൽ നിന്നാണ്. 2009 ബാച്ചാണ്. അത് കഴിഞ്ഞ് 2017 PGക്ക് വേണ്ടിയിട്ട് കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി ആൻഡ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കാലിക്കറ്റ് ഡെൻ്റൽ കോളേജിലാണ് PG ചെയ്തത്. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി സ്വന്തം ക്ലിനിക്കൽ പ്രാക്ടീസാണ്. കുന്നമംഗലാണ് ക്ലിനിക്ക് വരുന്നത്. NIT മുക്കം റോഡിലാണ്. സോ വെൽക്കം ഡോക്ടർ നമ്മുടെ സ്മോൾ പോഡ്കാസ്റ്റ് സെഷനിലോട്ട്. നമ്മൾ ഒരു ജേർണിയൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് BDSലോട്ട് എത്തിയത്? യൂഷ്വലി എല്ലാവരും MBBS പ്രിഫർ ചെയ്തിട്ടാണ് NEET UG പ്രിപ്പയർ ചെയ്യുക, BDSലോട്ട് ലാൻഡ് ചെയ്യുന്നു. എങ്ങനെയാണ് ഡോക്ടറുടെ ജേർണി? അത് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എല്ലാവരും അങ്ങനെ BDS പ്ലാൻ ചെയ്ത് വരുന്നവരല്ല. മെജോറിറ്റി ആൾക്കാരും ഉണ്ട്, കുറച്ച് പെർസെൻറ്റേജ് ആൾക്കാർ അങ്ങനെ BDS എന്നുള്ള രീതിയിൽ വരുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അങ്ങനെയുള്ളവർ. അല്ലാത്തവർ കൂടുതലും ഡോക്ടറിനെ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിലൊരു BDS എന്നുള്ളത് ടു ബി ഫ്രാങ്ക് ഞാനൊക്കെ നീറ്റ് ആ എക്സാമിൻ്റെ ആ സമയത്താണ് അറിയുന്നത് ഇത് റാങ്ക് വൈസ് ആണ് ഇങ്ങനെ സ്പെഷ്യാലിറ്റി. ഇത്രത്തോളം ഇതില്ല അല്ലേ, MBBS BDS ഭയങ്കര കമ്പാരിസൺസോ ഇല്ല. ആക്ച്വലി BDS ആ സമയത്ത് ഉണ്ട്, പക്ഷെ നമ്മൾക്കത് ഈ സെയിം ഈ എൻട്രൻസ് എക്സാമിലാണ് ഈ കോഴ്സ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ളത് അന്ന് പ്രോപ്പറായിട്ട് അറിയുന്നില്ലായിരുന്നു. നമ്മൾ ആ കാര്യത്തോട് അടുത്തപ്പോഴാണ് ഇങ്ങനെ നമ്മൾ ഡോക്ടർ ആവാൻ പഠിക്കുന്നു എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പിന്നെ BDS റാങ്ക് കുറച്ച് ബാക്ക്ഔട്ട് ആകുമ്പോൾ ഇനി BDS ചാൻസ് ഉള്ളൂ എന്നുള്ളതൊക്കെ അറിയുന്നത്. അങ്ങനെ ഒരിക്കലും ഞാൻ ഭയങ്കര ഇതായിട്ട് BDS എടുത്തതൊന്നുമല്ല. ഒബ്വിയസ്ലി റാങ്ക് വൈസ് കാറ്റഗറിയിൽ അങ്ങനെ BDS സെലക്ഷൻ വന്നതാണ്. അന്ന് എനിക്ക് തോന്നുന്നു 3 കോളേജാണ് കേരളത്തിൽ ഗവൺമെൻറ് കോളേജ് ആയിട്ടുള്ളത്. ട്രിവാൻഡ്രത്ത് എത്തി എങ്ങനെയായിരുന്നു ഫ്രം UG to PG എങ്ങനെയായിരുന്നു? ട്രിവാൻഡ്രത്ത് എത്തിയത് തന്നെ ആക്ച്വലി 4 കോളേജിൽ എനിക്ക് അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. ആദ്യം ഒബ്വിയസ്ലി സെൽഫിലായിരുന്നു, എഡ്യൂക്കെയർ, MES, കോട്ടയം, പിന്നെ ട്രിവാൻഡ്രം. അങ്ങനെ ഫൈനലി എത്തിയതാണ്. പക്ഷേ ട്രിവാൻഡ്രം എനിക്ക് ഇപ്പം നമ്മൾ ആ വർഷത്തിൽ നമ്മൾ ആലോചിക്കുമ്പം അന്ന് അതിൻ്റെതൊന്നും അറിയില്ലായിരുന്നു. ട്രിവാൻഡ്രം ഡെൻ്റൽ കോളേജ് വീട്ടിലൊക്കെ ആക്ച്വലി എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു, ഇത്രയും ദൂരം ട്രാവൽ ചെയ്യണ്ടേ. പ്രത്യേകിച്ച് ഞാൻ +2 വരെ പുറത്താണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു ഇതിലോട്ട് എത്തുന്നുള്ളത്. ഒബ്വിയസ്ലി ട്രിവാൻഡ്രം ഡെൻ്റൽ കോളേജ് എനിക്ക് ഭയങ്കര ഒരു ഫാക്ടർ തന്നെയാണ്. എന്നെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ ഒരു വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ കോളേജ്. ഈ UG പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു അവയർനെസ് തന്നെയാണ് MDSന് പ്രിപ്പയർ ചെയ്യാൻ, MDS നേടാന്നുള്ളത്. ഡോക്ടറുടെ എങ്ങനെയായിരുന്നു ജേർണി, എങ്ങനെയാണ് MDSലോട്ട് എത്തുന്നത്? എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ ഒരു നല്ല റാങ്ക് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് എങ്ങനെയായിരുന്നു ആ ജേർണി? ഞാൻ UG സമയത്ത് അങ്ങനെ ഭയങ്കര PG ആസ്പിറന്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ഒന്നും അല്ലായിരുന്നു. UG നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിച്ചതാണ്. അങ്ങനെ ഭയങ്കര ഉഴപ്പിയാളൊന്നുമല്ല. ഫസ്റ്റ് ഇയർ ഒബ്വിയസ്ലി എല്ലാവരും പോലെ ഉഴപ്പിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഇയർ മുതൽ അത്യാവശ്യം കീപ്പപ്പ് ചെയ്ത് പഠിച്ച ആൾ തന്നെയാണ്. പക്ഷെ അങ്ങനെ ഭയങ്കര PG ആസ്പിറേഷൻ ഒന്നും അങ്ങനെ അത്രയും ഇല്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഹൗസ് സെൻസി ഒക്കെ ആയ സമയത്തേക്കും എല്ലാവരും ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നം എല്ലാവരെ പോലെ നമുക്കും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആ ഒരു ഇതിൽ എല്ലാവരുടെയും ഇൻഫ്ലുവൻസിൽ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ പ്ലാൻ ചെയ്തതാണ്. കുറച്ച് ഫ്രണ്ട്സ് ഗ്യാങ് തന്നെയുണ്ട് ഞങ്ങൾ PGക്ക് പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ ടൈം ഭയങ്കര ഒരു ഫാക്ടർ ആയിരുന്നു എനിക്ക്. കാരണം എൻ്റെ മാരേജ് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു 3-4 മാസം കുറച്ച് കഷ്ടപ്പെടണം എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. കാരണം എന്തായാലും ഒരു ബ്രേക്ക് വരാൻ പോവാന്നുള്ളത്. പക്ഷേ ആ സമയത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചു. പിന്നെ ഒരു ബ്രേക്ക് വന്നു. പക്ഷേ പിന്നെ ഞാൻ തിരിച്ച് ജോയിൻ ചെയ്തപ്പം പിന്നെ ഒരു 2-3 months ഒക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പറ്റാവുന്ന പോലെ
ട്രൈ. അന്നത്തെ ഓൾ ഇന്ത്യ റാങ്ക് എത്രയായിരുന്നു? അന്ന് ഫസ്റ്റ് നീറ്റ് എക്സാം ആണ് കേട്ടോ, ഫസ്റ്റ് PG നീറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കൊന്ന് എക്സാമിന്റെ ഒരു 2 months മുന്നേ അങ്ങനെ എന്തോ ആണ് കൺഫേം ആയത് ഓൾ ഇന്ത്യ അല്ല നീറ്റ് ആണെന്നല്ലേ. ഒരു കംപ്ലീറ്റ് കായോസ് ആയിരുന്നു, കാരണം സാറിന് വരെ എന്താന്നുള്ളൊരു അറിയാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ എനിക്കൊന്ന് 10 days 7 days 10 days അങ്ങനെ എന്തോ ആയിട്ടായിരുന്നു എക്സാം കണ്ടക്ട് ചെയ്തത്. നമുക്ക് ലക്കായിരുന്നു, നമുക്ക് ഓരോ ഡേ ഏതാ ചൂസ് ചെയ്യാന്നൊക്കെ ഉള്ളത്. പക്ഷേ ഞാൻ എഴുതിയ എക്സാമിന്റെ അന്ന് ഏറ്റവും ടഫസ്റ്റ് പേപ്പർ അതായിരുന്നു. പക്ഷെ അതാണോ ക്രൈറ്റീരിയ എന്താണെന്ന് അറിയില്ല. ഞങ്ങളുടെ ആ ഡേ എഴുതിയ കുറേ പേർക്ക് ഞങ്ങൾക്ക് ആക്ച്വലി ഫസ്റ്റ് ഓൾ ഇന്ത്യ 10 റാങ്കിനുള്ളിലല്ല ഞങ്ങൾ 3-4 പേരുണ്ട് ആ ഡേറ്റിന് എഴുതിയ. പക്ഷെ അത് മാത്രമല്ല ക്രൈറ്റീരിയ എന്ന് പറയുന്നുണ്ട്, കാരണം കുറേ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അന്ന് സംഭവം എന്താ വെച്ചാൽ എനിക്കൊന്ന് ഫസ്റ്റ് 11 ആണോ 13 ആണോ എന്ന് ഓർമ്മയില്ല, ഈ സെയിം റാങ്ക് എല്ലാവർക്കും സെയിം മാർക്ക്, ഈവൻ പോയിന്റ് ഡിഫറൻസ് പോലും ഇല്ല. പക്ഷെ ഏജ് വൈസ് ആണ് പിന്നെ റാങ്ക് കാറ്റഗറൈസ്. സോ അങ്ങനെ PG-യിലെത്തി. ഈ എൻഡോ എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ നമ്മളൊരു കോമൺ മാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് എൻഡോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക? എല്ലാവർക്കും RCT അതിന് മാത്രമേ കുറിച്ച് അറിയുള്ളൂ. അപ്പൊ ഒരു കോമൺ എൻഡോ എന്ന് പറയുമ്പോൾ ആക്ച്വലി അതിന്റെ മെയിൻ സംഭവം RCT തന്നെയാണ്, ഒബ്വിയസ്ലി RCT തന്നെയാണ്. പക്ഷെ നമ്മുടെ സ്പെഷ്യാലിറ്റി കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി ആൻഡ് എൻഡോഡോണ്ടിക്സ് ആണ്. അപ്പൊ ഈ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി എന്ന് പറയുന്നതാണ് കുറെ പേർക്കും കോമൺ ആൾക്കാർക്ക് കുറച്ചുകൂടി ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. കാരണം ഈ സാധാരണ ഫില്ലിംഗ് എന്ന് പറഞ്ഞു വരുന്ന അതുപോലും നമ്മള് സ്പെഷ്യാലിറ്റിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ക്ലിനിക്കിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, പേഷ്യൻസ് ഫില്ലിങ്ങിന് എത്ര ചാർജ് എന്നാണ് ഒരു ക്ലിനിക്കിന്റെ ഇത് അവർ അനലൈസ് ചെയ്യാം. പക്ഷെ അപ്പം നമുക്ക് ആസ് എൻ എൻഡോഡോണ്ടിസ്റ്റ്, എനിക്ക് ആസ് എ റെസ്റ്റോറേറ്റീവ് ഡെന്റിസ്റ്റ് നമ്മൾക്ക് അതിൻ്റെ ഒരു ചാർജ് പറയുമ്പോൾ ഭയങ്കര ഒരു കുറ്റബോധം ആക്ച്വലി മനസ്സിൽ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരൊറ്റ സംഭവമാണ്. നമ്മൾ പലപ്പോഴും അറിയാവുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും, പല ടൈപ്പ് ഉണ്ട് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് കുറേ പേർക്ക് അറിയുന്നില്ല ഇത് സ്പെഷ്യാലിറ്റി ആണ് എന്നുള്ളത്. കാരണം റൂട്ട് കനാൽ എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ എത്രത്തോളം പോയ പല്ലുകളെയും സേവ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഫീൽഡാണല്ലോ കുറേ പേർക്കൊക്കെ ഇപ്പം അറിയാം. പക്ഷെ റെസ്റ്റോറേറ്റീവ് ഡെന്റിസ്ട്രി എന്താണെന്ന് വെച്ചാൽ ഒരു ഫില്ലിങ്ങിനപ്പുറം റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ പല്ലിൻ്റെ ഷേപ്പും കാര്യങ്ങളും സ്ട്രക്ചറും എല്ലാം മോഡിഫൈ ചെയ്ത് എടുത്തിട്ട് ഫംഗ്ഷനും കൂടിയാണ് നമ്മൾ അതിൽ റെസ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അത് കുറെ പേർക്കും അറിയാത്തൊരു സംഭവം. എല്ലാവർക്കും റൂട്ട് കനാൽ എന്ന് പറയുന്ന ചികിത്സയെ കുറിച്ച് മാത്രമേ അറിയുന്നുള്ളൂ. കുറച്ചും കൂടി നമ്മളെ എസ്തെറ്റിക് കൺസേൺസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും കൂടിയാണ് എൻഡോഡോണ്ടിസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. PG ലൈഫിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് അക്കാഡമിക്സ് പോകുന്നുണ്ടാവുക? ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ? ഒരു റെസിഡന്റിന്റെ ഒരു 1 day എങ്ങനെയായിരിക്കും PG സമയത്തുണ്ടായിരുന്നു? PG സമയത്ത് ഒബ്വിയസ്ലി നമ്മൾ സ്വപ്നം കാണുന്ന പോലെ ഒരു ഫാന്റസിയോ സംഭവം അങ്ങനെയൊന്നും അല്ല. നമുക്ക് ഷുവറായിട്ടും വർക്ക് ഹാർഡ് ചെയ്യണം. ഹാർഡ് വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏജ് ഒരു ഫാക്ടർ തന്നെയാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഗേൾസിന് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരുവിധ ആൾക്കാരെല്ലാവരും മാരേജ് കഴിഞ്ഞിട്ടായിരിക്കും PG ലൈഫ് പെർസ്യൂ ചെയ്യുന്നത്. അപ്പം അത് ഭയങ്കര ഒരു ഫാക്ടറാണ്. പിന്നെ നമ്മുടെ ആ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് ഒബ്വിയസ്ലി ക്ലിനിക്കൽ വർക്ക് ഉണ്ട്, അതിൻ്റെ ഇടയിൽ നമുക്ക് OP ഷെഡ്യൂൾസ് ഉണ്ടാവും, അതിന്റെ പുറമെ നമുക്ക് ടീച്ചിങ് സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാനുണ്ടാവും. ഇതിന്റെ ഒക്കെ പുറമെ നമ്മൾക്ക് നമ്മുടെ കേസ് പ്രസന്റേഷൻസ്, അതേപോലെ തീസിസ്, ജേർണല്, പേപ്പർ പ്രസന്റേഷൻ, അങ്ങനത്തെ കുറേ അക്കാഡമിക്സ് റിലേറ്റഡ് നമ്മുടേതായ കാര്യങ്ങളും നോക്കാനുണ്ടാവും. അപ്പം അത് കുറച്ച് സ്ട്രഗിൾ തന്നെയാണ്. പക്ഷേ നമ്മൾ ഒന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ വിചാരിച്ചാൽ പറ്റാവുന്ന തന്നെ ഉള്ളൂ. ഇപ്പോൾ PG ലൈഫിൽ ഏതൊക്കെ തരത്തിലുള്ള കേസുകളാണ് യൂഷ്വലി ഒരു PG സ്റ്റുഡൻറ്റ് ചെയ്യുന്നുണ്ടാവുക ക്ലിനിക്സിൽ? അത് ഡിപ്പെൻസ്. ബേസിക് കേസ് മുതൽ നമുക്ക് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകളും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾക്ക് അപ്പോൾ കേസ് നമുക്ക് അലോട്ട് ചെയ്യുന്നത് നമ്മളിങ്ങനെ കേസ് നോക്കിയിട്ടൊന്നല്ല. പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്നുള്ളതിൽ അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ചിലപ്പോൾ വരാറില്ല. നമ്മളിപ്പോ നമ്മൾ BDS UG ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കോട്ടകളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ എന്തെങ്കിലും? ഒബ്വിയസ്ലി കോട്ടകളുണ്ട്. പക്ഷേ PG-യിൽ കോട്ട അത്ര കൂടുതൽ നോക്കുന്നില്ല. പ്രത്യേകിച്ച് സെൽഫിന്റെ കാര്യം എനിക്കറിയില്ല. ഗവൺമെന്റ് കോളേജസിൽ കോട്ടയായിട്ട് കാര്യമായിട്ട് അങ്ങനെ നോക്കുന്നില്ല. കാരണം നമ്മൾ അതിൽ കൂടുതൽ കേസുകൾ അവിടെ ചെയ്യുന്നത് കൊണ്ട് അതിലൊരു ഫാക്ടർ ഇല്ല. പക്ഷേ ഈ തീസിസ്, ജേർണൽ അതിലൊക്കെ നമുക്കൊരു കോട്ടയുണ്ട്, ഇത്ര കേസ്, ഇത്ര പ്രസന്റേഷൻസ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എങ്ങനെയാവും ഒരു ഏതൊക്കെ കേസസുകളാണ് മെയിൻലി എക്സ്പ്ലോർ ചെയ്യുക നമ്മുടെ PG ലൈഫിൽ? അതാ ഞാൻ പറഞ്ഞത്, ഒരു ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്നുള്ള ഒരു കാറ്റഗറി വരുന്നുണ്ട്. കാരണം ബേസിക് കേസസ് ഒക്കെ ഫസ്റ്റ് ഇയേഴ്സ് ആണ് കൂടുതലും ചെയ്യുക. പിന്നെ നമുക്ക് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകൾ അതൊക്കെ കൂടുതലും സെക്കൻഡ് ഇയറിലാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. കാരണം തേർഡ് ഇയറിലാകുമ്പോഴേക്കും നമ്മൾ തീസിസിന്റെയും എല്ലാത്തിന്റെയും കുറച്ച് ഓട്ടത്തിലും എക്സാമും എല്ലാം വരുന്നുണ്ട്. സെക്കൻഡ് ഇയറിലാണ് ശരിക്കും നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക.
സെക്കൻഡ് ഇയറിലാണ് ഒരു മേജർ കേസസ് ഒക്കെ എടുത്ത് മേജർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേസസും എല്ലാ കാര്യങ്ങളും സെക്കൻഡ് ഇയറിലാണ് കൂടുതൽ. ഒരു സ്പെഷ്യലിസ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പർട്ടിക്കുലർലി ഒരു കേസസ് ഒക്കെ പറയുകയാണെങ്കിൽ RCTയിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കേസസ് ആണോ ഇൻവോൾവ് ചെയ്യുക, അതോ കണ്ടിന്യൂസ്ലി സെയിം പാറ്റേൺ ഓഫ് കേസസ് ആണോ ചെയ്തുകൊണ്ടിരിക്കുക? ഓരോ കേസും ഡിഫറെന്റ് ആണ്. അതാണ് അതിപ്പോ RCT എന്നില്ല, ഏതൊരു ഇത് നോക്കുകയാണെങ്കിലും ഓരോ കേസസും ഡിഫറെന്റ് ആണ്. RCTയിൽ പ്രത്യേകിച്ച് കാരണം അനാട്ടമി ഭയങ്കര കോംപ്ലക്സ് ആണ്. ഇത് വേറൊരു ഫാക്ടർ ഇതാണ്, നമ്മൾ ക്ലിനിക്കിൽ ഞാൻ പറഞ്ഞില്ലേ ചാർജ് ചോദിക്കുന്നത്, അതേപോലെ തന്നെയാണ് റൂട്ട് കനാലിന്റെ ചാർജും പല ക്ലിനിക്കിലും അവർ കമ്പയർ ചെയ്യും ഒരു റൂട്ട് കനാലിന് എത്രയാന്നുള്ളത്. അതും നമ്മൾക്ക് ആക്ച്വലി ഇപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് അതിനും അങ്ങനെ ഒരു ഫിക്സ്ഡ് റേറ്റ് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടായി. കാരണം ഓരോ കേസിനും അതിൻ്റെതായ കോംപ്ലക്സിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ സെക്കൻഡ് ഇയറിലാണ് കേട്ടോ കൂടുതൽ ഇതിനൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങാം. ഈ അക്കാഡമിക്സിലോട്ട് വരുന്ന സമയത്ത് ഹെക്റ്റിക് ആണോ, എങ്ങനെയാണ് ഒരു PG അക്കാഡമിക്സ്? ഞാൻ പറഞ്ഞില്ല, ഒബ്വിയസ്ലി ഹെക്റ്റിക് ആണ്. പിന്നെ നമ്മൾക്ക് ഒരു പാറ്റേണിലേക്ക് നമ്മൾ ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒരു പാറ്റേണിൽ ആ ഫ്ലോയിൽ നമ്മൾ അങ്ങോട്ട് എത്തും. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാവരും ഹെൽപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെയാണ് ഒരു ടീം വർക്ക് ആണ് കേട്ടോ. PG എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ടീം വർക്ക് ആണ്. കാരണം ഒരാൾക്ക് എല്ലാം കൂടി നമുക്ക് ഒരു മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് തേർഡ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ കോട്ട കംപ്ലീറ്റ് ചെയ്യലും കേസും എല്ലാം ഒബ്വിയസ്ലി നമ്മൾ സീനിയേഴ്സിനെ ജൂനിയേഴ്സിനെ ഒക്കെ ഹെൽപ്പ് എടുത്തിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പ്രാക്ടീസിലോട്ട് വന്നൊരു പേഴ്സൺ ആണ്, ഓൺ ക്ലിനിക്ക് റൺ ചെയ്യുന്നുണ്ട്. സോ എന്തൊക്കെ ന്യൂ കേസസ് ആണ് ഇപ്പോൾ കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? PGന്ന് കുറേ ലേണിങ്സ് ഉണ്ടായിട്ടുണ്ടാവും. സോ ക്ലിനിക്കിലോട്ടൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നു PGന്റെ അപ്പുറം ഞാൻ കുറേ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ്സും സംഭവങ്ങളൊക്കെ പഠിച്ചത് കുറേ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്തിട്ടാണ്. കാരണം നമ്മൾ PGയിൽ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ സ്റ്റാഫിനായാലും നമ്മുടെ എക്യുപ്മെന്റ്സ് ആയാലും എല്ലാം കൊണ്ട് നമുക്ക് പഠിപ്പിക്കുന്നില്ല എന്നല്ല, പക്ഷെ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് എന്തായാലും. കാരണം അവിടുത്തെ വർക്ക് ഷെഡ്യൂൾ OP എല്ലാം അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിലൊക്കെയുള്ള ക്ലാസ്സസ് ഇതൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബേസിക് അല്ലാണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി താല്പര്യം ഈ എസ്തെറ്റിക്സ്, റൂട്ട് കനാലിലും കൂടുതൽ എനിക്ക് എസ്തെറ്റിക് റെസ്റ്റോറേഷൻസ് ഒക്കെ കുറച്ചും കൂടി പഠിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ കുറേ വർക്ക്ഷോപ്സ്, അത് ഒന്ന് പോയി രണ്ടാമത് പോയി അങ്ങനെ കുറേ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ള ഒരു ലെവൽ ഓഫ് പ്രാക്ടീസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് PG കൊണ്ട് മാത്രമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ MDS എൻഡോ പീപ്പിൾസിന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്? ഈ ഫെലോഷിപ്സുകളൊക്കെ പറയുമ്പോൾ ഏതൊക്കെയാണ് പറയാൻ പറ്റുക? ഞാനിപ്പോൾ ചെയ്തത് കൂടുതൽ ഞാൻ എൻഡോ റിലേറ്റഡ് അല്ല, ഞാൻ പറഞ്ഞില്ല എസ്തെറ്റിക് ഇതിൻ്റെ. കാരണം നമുക്കിപ്പം നമ്മുടെ സ്പെഷ്യാലിറ്റീൻ്റെ ഏറ്റവും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് സംഭവമാണ് ഈ ബയോമിമെറ്റിക് ഡെന്റിസ്ട്രിയും ബോണ്ടിങ്ങും. ഈ അഡേസീവ് ഡെന്റിസ്ട്രി വന്നതിന് ശേഷമാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി വേറൊരു ലെവലിലേക്ക് മാറിയത് തന്നെ. ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയത്. അതെ, അത് ഭയങ്കര ഒരു ജമ്പാണ് ശരിക്കും നമ്മുടെ സ്പെഷ്യാലിറ്റിയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ഉള്ള അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം. കാരണം പണ്ടത്തെ പോലെ അല്ല ഇപ്പം നമ്മൾ ഓരോ കേസും അപ്രോച്ച് ചെയ്യുന്നത്. പണ്ട് ആക്ച്വലി ഒരു കേസ് വരുമ്പോൾ നമുക്കതിന് ഇത് ഇത്രയേ ഉള്ളൂ വരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഞാൻ ശരിക്കും ചില കേസുകളൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും ചില കേസ് വരുമ്പോൾ നമ്മൾക്ക് ഏത് റൂട്ട് ഫോളോ ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് ഒബ്വിയസ്ലി നമുക്ക് വരാറുണ്ട്. കാരണം ഇപ്പം നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഒരു കേസ് മാനേജ് ചെയ്യാൻ. അപ്പം നമ്മൾ എപ്പോഴും മാക്സിമം നോക്കുക അതിനെ മിനിമലി ഇൻവേസീവ് ആയിട്ട് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ടൂത്തിനെ നമ്മൾ സേവ് ചെയ്യാനുള്ള രീതിയിലാണ് പല അപ്രോച്ചസും. അതാണ് കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി. കൺസർവേറ്റീവ് എന്നുള്ളതിന്റെ ശരിക്കും ഈ അഡേസീവ് ഡെന്റിസ്ട്രി വന്നതിന് ശേഷമാണ് നമ്മൾ ശരിക്കും ബയോമിമെറ്റിക് റെസ്റ്റോറേറ്റീവ് മെറ്റീരിയൽസും കൂടി കിട്ടും. അപ്പോൾ അതെല്ലാം കൂടിയാണ് ഇപ്പോൾ ഒരു അഡ്വാൻസ്ഡ് നമുക്കൊരു എൻഡോ അല്ലെങ്കിൽ അഡ്വാൻസ് രീതിയിൽ വരുന്ന മെയിൻ സംഭവം ഇതൊക്കെയാണ്. ഇപ്പോൾ ഡെന്റിസ്ട്രീനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ BDS MDSനെ കുറിച്ച് ഭയങ്കര സാച്ചുറേഷൻ എന്നുള്ള ടോപ്പിക്ക് ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാണാം. സോ ഈ ഏർണിംഗ് പൊട്ടൻഷ്യൽസ്, ഫിനാൻഷ്യൽ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു BDS കഴിഞ്ഞു MDS കഴിഞ്ഞു അല്ലെങ്കിൽ BDS എടുക്കാൻ പോകുന്ന കുട്ടീനോടൊക്കെ എങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞു കൊടുക്കുക? അതെനിക്ക് തോന്നുന്നത് അതിപ്പോൾ ഒരു 5 വർഷം മുന്നേ ആണെങ്കിലും ഇനി ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ടോക്കുകൾ മാറാൻ പോകുന്നില്ല. നമ്മൾക്ക് എന്താണെന്നുള്ളതാണ് ഡെഫിനറ്റ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും പേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ പാഷനാണ് കേട്ടോ. ഇപ്പൊ തീരെ താല്പര്യമില്ലാത്ത ഒരാള് ഇപ്പൊ BDS കഴിഞ്ഞു ആർക്കോ വേണ്ടി ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന കുറെ പേരുണ്ട്. നമ്മൾക്ക് തന്നെ നമ്മൾ കാണുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു മോട്ടിവേഷൻ ഇല്ലാതെ അവർക്കൊന്നും പേഴ്സ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ചിലപ്പോൾ സ്റ്റക്കായി പോയേക്കാം.
പക്ഷെ അല്ല നിങ്ങൾക്ക് അത്യാവശ്യം പാഷനൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല വഴികളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ PG ഇല്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്ത വർക്ക്ഷോപ്സിലൊന്നും 90% PG കഴിഞ്ഞ ആൾക്കാരല്ല, BDS കഴിഞ്ഞിട്ട് ഇത്രയും പാഷനേറ്റ് ആയിട്ട് വരുന്നതാ. അത് കാണുമ്പോൾ ആക്ച്വലി ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്യുന്ന ഒരു പല വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്തിട്ട് ക്ലിനിക് ആണെങ്കിൽ ക്ലിനിക് മാനേജ്മെന്റ് ആണെങ്കിലും അല്ലാതെ ഇപ്പം അല്ലാണ്ട് ഈ സ്പെഷ്യലിസ്റ്റുകൾ മാത്രമല്ല അല്ലാണ്ടെയും കൺസൾട്ടൻസ് ആയിട്ടൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പല വഴികളുണ്ട്. ഇനിയിപ്പോൾ അക്കാഡമിക്സ് വേണമെങ്കിൽ അങ്ങനെ നോക്കാം, പിന്നെ റിസർച്ച് ആയിട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് സ്കോപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റക്ക് ആവേണ്ട ആവശ്യമില്ല. എൻഡോഡോണ്ടിസ്റ്റ് ആവാൻ ഡോക്ടർ ഒരാളെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മിനിമം ക്വാളിഫിക്കേഷൻ അല്ല, റിക്വയർമെന്റ്സ് എന്താണ് UG ലൈഫിലൊക്കെ അവർ ബേസിക്കലി മനസ്സിലാക്കേണ്ട റിക്വയർമെന്റ്സ് എന്താണ്? അങ്ങനെ ഒരു റിക്വയർമെന്റ് ഫാക്ടർ ഉണ്ട്. സർജറി ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു സർജിക്കൽ സ്കില്ലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി അങ്ങനത്തെ ഒരാൾക്ക് അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്ന ആളൊക്കെ OMFS പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ്? അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇത് എൻഡോയിലില്ല. പിന്നെ എൻഡോയിൽ ഒരു കാര്യം, എൻഡോ ആസ്പെക്ട് മാത്രം നോക്കുകയാണെങ്കിൽ ഒരുവിധം ഇതൊരു ബ്ലൈൻഡ് പ്രൊസീജിയറാണ്. കാരണം നമ്മൾക്ക് പുറത്ത് കാണാൻ പറ്റാത്ത ഒരു റിസൾട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് പേഷ്യൻസിന്റെ പെയിൻ കുറയ്ക്കുക, ആ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ടും ഒരു എൻഡോ വ്യൂ പോയിന്റ് ഉള്ളൂ. കാരണം അത്രയും പെയിൻ ആയിട്ട് വരുന്ന ഒരു സ്പേസ് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റിന് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഒരു ആക്സസ് ഓപ്പണിംഗ് ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ആ റിലീഫ് അത് നമ്മൾക്ക് അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ഒന്നെങ്കിൽ അതായിരിക്കണം, അല്ലാതെ നമ്മൾക്ക് ഈ ചെയ്തതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഇതിപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ RC ഓപ്പണിങ്, BMP ഒബ്ചുറേഷൻ ഒക്കെ പെർഫെക്റ്റ് ആണ്, അത് നമ്മൾക്കേ അതിൻ്റെ ഇത് അറിയുള്ളൂ. പക്ഷെ ഒരു പെട്ടെന്ന് നമുക്കൊരു റിസൾട്ട് പ്രീ ഓപ്പും പോസ്റ്റ് ഓപ്പും ഇപ്പോൾ ഒരു ഫില്ലിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എൻഡോയിൽ അങ്ങനെയല്ല, മോസ്റ്റ്ലി ബ്ലൈൻഡ് ആണ്. അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ആണെങ്കിലും നമുക്കൊരു ലിമിറ്റഡ് ആക്സസ് വിഷൻ ആണെങ്കിലും ഇപ്പം നമ്മൾ അണ്ടർ മൈക്രോസ്കോപ്പ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും നമുക്ക് ആ ടാക്ടൈൽ ഫീൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ കൈയിൻ്റെ ചെറിയ മൈന്യൂട്ട് മൂവ്മെന്റ്സ് ആണെങ്കിലും അപ്പോൾ പലപ്പോഴും നമ്മൾ നല്ല ക്ഷമ വേണം. പേഷ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു എൻഡോഡോണ്ടിസ്റ്റിൻ്റെ ഇതിൽ. കാരണം ചില കേസുകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും, പക്ഷേ അതിൽ എത്ര ടൈം എടുക്കും എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു പേഷ്യൻ്റ് ഫാക്ടറും പ്രിസിഷനും കുറച്ചുകൂടി മൈന്യൂട്ട് ഡീറ്റെയിൽസിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു ഫീൽഡല്ല. കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസിലോട്ട് വരാം. റാപ്പിഡ് ഫയർ എന്ന് പറയുന്ന സമയത്ത് കോമ്പോസിറ്റ് ഓർ ക്രൗൺ? ഒബ്വിയസ്ലി കോമ്പോസിറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ക്രൗൺ ഒക്കെ ആക്ച്വലി പണ്ട് റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ ക്രൗൺ എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളായിരുന്നു. ഇപ്പം നമുക്ക് പോസ്റ്റ് എൻഡോഡോണ്ടിക് റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ അഡ്ഹസീവ് ഡെന്റിസ്ട്രി വന്നതുകൊണ്ട് തന്നെ നമുക്ക് മിനിമലി ഇൻവേസീവ് ആയിട്ട് പല അപ്രോച്ചസ് ഉണ്ട്. ഇൻലേസ് ആയിക്കോട്ടെ, ഓൺലേസ് ആയിക്കോട്ടെ, അതേപോലെ പോസ്റ്റ് എൻഡോ റെസ്റ്റോറേഷൻസ് കോമ്പോസിറ്റ്സിൽ തന്നെ നമുക്ക് പല ഓപ്ഷൻസ് വന്നു തുടങ്ങി. അപ്പം അതുകൊണ്ട് എല്ലാ കേസുകളും നമ്മൾ ക്രൗൺ ചെയ്യണമെന്ന് നമ്മൾ പറയില്ല. നമ്മൾ മാക്സിമം നമുക്ക് കാരണം ഉള്ള ഡെന്റിനെ പ്രിസർവ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കൂടുതൽ റെസ്റ്റോർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ഒബ്വിയസ്ലി ചാർജിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും, പക്ഷെ അതൊരു വർത്ത് ആണ്. ഒബ്വിയസ്ലി ഞാൻ കോമ്പോസിറ്റ്സ് ആയിരിക്കും ചൂസ് ചെയ്യുക. മോസ്റ്റ് സാറ്റിസ്ഫൈങ് പ്രൊസീജിയർ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മോസ്റ്റ് സാറ്റിസ്ഫൈങ് എസ്തെറ്റിക് റെസ്റ്റോറേഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കാരണം ഞാൻ ഒരു കേസ് ചെയ്താൽ ചിലപ്പോൾ 3-4 മണിക്കൂർ എടുക്കും. എന്നിട്ട് ഫൈനൽ ഇത് നോക്കുമ്പോൾ ചില റീൽസിലൊക്കെ കാണാറില്ലേ, ദൂരെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോയി നോക്കുന്ന അതേ ഒരു ഫാക്ടറാണ്. നമ്മൾക്ക് എത്ര നോക്കിയാലും ആ മൈനർ കറക്ഷൻസ് ഒക്കെ ചെയ്താലും മതിയാവില്ല. പക്ഷെ ചില സമയത്തൊക്കെ ഞാൻ ആലോചിക്കും, അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കും മടുത്തിട്ടുണ്ടാവും, പേഷ്യൻറ്റും മടുത്തിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് നോക്കും. അപ്പം എനിക്ക് എപ്പോഴും എസ്തെറ്റിക് റെസ്റ്റോറേഷൻസ് ഭയങ്കര പാഷനുള്ളതാണ്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രൊസീജിയർ ഏതാ? ഡിഫിക്കൽട്ട് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ടൈം വെച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ചില റൂട്ട് കനാലിൽ നമ്മൾ ശരിക്കും പെട്ടുപോകാറുണ്ട്. പിന്നെ ആകെയുള്ള ഒരു ഇതെന്ന് വെച്ചാൽ റൂട്ട് കനാലിൽ നമ്മൾ അത്രയും കോംപ്ലക്സ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സിറ്റിങ്സ് നമുക്ക് കൂട്ടാന്നുള്ളതാണ്. അപ്പോൾ കോംപ്ലക്സ് പ്രൊസീജിയർ എപ്പോഴും നമുക്ക് ഹെക്റ്റിക് ആയി തുടങ്ങും. ഞാൻ പറയാം, നമ്മൾ ബ്ലൈൻഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ്സാണ്. നമ്മളിപ്പോൾ അണ്ടർ ലൂപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മൈക്രോസ്കോപ്പ് ആണെന്നെങ്കിൽ, പക്ഷെ അത്രയും സമയം നമ്മുടെ പോസ്ചറും കാര്യങ്ങളെല്ലാം ഇതാവുമ്പോൾ അങ്ങനെ കുറച്ചൊരു സ്ട്രെയിൻ തോന്നാറുണ്ട്. അല്ലാതെ ഡിഫിക്കൽട്ട് കേസായിട്ടല്ലല്ലോ, പ്രൊസീജിയർ അല്ലേ. എൻഡോ സ്പെഷ്യാലിറ്റിയിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ കുറേ റീസെന്റ് അഡ്വാൻസുകളൊക്കെ ഭയങ്കരമായിട്ട് ബൂം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻഡോന്റെ ഇതിൽ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് എൻഡോ കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് എൻഡോയിൽ തന്നെ സ്പെഷ്യലൈസേഷൻ വരുന്നതാണ്. പല ഫെലോഷിപ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെ മെയിനായിട്ട് മൈക്രോ എൻഡോഡോണ്ടിക്സ്, അണ്ടർ മൈക്രോസ്കോപ്പ്, അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എൻഡോനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് ബ്ലൈൻഡ് ആണ്. അപ്പം നമുക്ക് ഇതിന്റെ പ്രിസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കുറച്ചും കൂടി നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. സക്സസ് റേറ്റ്സും
തെറാപ്പീസും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ സർജിക്കൽ എൻഡോഡോണ്ടിക്സ് അത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് എൻഡോ വ്യൂ പോയിന്റിൽ നമുക്ക് എൻഡോ മാത്രം ചെയ്താൽ ഒതുങ്ങാത്ത കുറേ കേസസ് ഉണ്ട്. ട്രോമ കേസ് ആയാലും സിസ്റ്റിക് കേസുകളായാലും സർജിക്കൽ എൻഡോഡോണ്ടിക്സ് ഒരു വൺ ഓഫ് ദ ഫീൽഡാണ്. അതേപോലെ റീജനറേറ്റീവ് എൻഡോഡോണ്ടിക്സ് അതിന് ബൂം ചെയ്ത് വരാനുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് ഒബ്വിയസ്ലി. കാരണം സ്റ്റെം സെൽ തെറാപ്പീസും കാരണങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ നമുക്ക് റീജനറേറ്റീവ് എൻഡോഡോണ്ടിക്സും ഈ വൈറ്റലൈസേഷൻ പ്രൊസീജിയേഴ്സ് അതൊക്കെ ബൂം ചെയ്യാനുള്ള ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മളെ നാട്ടിലൊന്നും അത്ര ഇതില്ലാന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കേസ് പ്രസന്റേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ക്ലിനിക്കിലും കോളേജിലും ഒക്കെ ചെയ്യുന്നുണ്ട്. കോളേജിലൊക്കെ ഇഷ്ടംപോലെ കേസസും പ്രസന്റേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേ പേർക്ക് ഇനിയും അറിയാനുള്ളതാണ്. പിന്നെ എൻഡോയിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ AI ഒക്കെ വന്നതുകൊണ്ട് തന്നെ AI റിലേറ്റഡ് ഡയഗ്നോസിസ് ഒക്കെ അതേപോലെ CBCT അതൊക്കെ നമുക്ക് എൻഡോനെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സാണ്. അപ്പോൾ അങ്ങനെ അതേപോലെ ഡിജിറ്റൽ ഡെന്റിസ്ട്രി ഭയങ്കരമായിട്ട് ബൂം ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ഫ്ലോ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസിയറാണ്. ഈ BDS പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഈ പോഡ്കാസ്റ്റ് കാണുന്നുണ്ടാവും. സോ അവരെ UG ലൈഫിൽ കൊണ്ടുവരേണ്ട ബെറ്റർ മോർ ദാൻ എൻഡോഡോണ്ടിസ്റ്റ് ഒരു ക്ലിനീഷ്യൻ ആവാൻ അവർ കൊണ്ടുവരേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിൽ നമ്മുടെ സിലബസിലൊന്നും അത്ര ഇല്ല. പക്ഷെ പുറത്തൊക്കെ കമ്മ്യൂണിക്കേഷൻ അത് ഭയങ്കര ഒരു ഫാക്ടറാണ്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളും പേഷ്യൻറ്റുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ആ ട്രസ്റ്റ് അവർ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു UG ലെവലിൽ മുതലേ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് പേഷ്യൻ്റ് റാപ്പോ കമ്മ്യൂണിക്കേഷൻ. അത് ആക്ച്വലി നമ്മൾ ഈ ത്രൂ പ്രോസസ്സ് നമ്മളത് പഠിക്കുന്നുണ്ട്, നമ്മൾ അറിയാതെ പഠിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു സിലബസ് ആയിട്ടും അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് PG ലൈഫിൽ തന്നെയെങ്കിലും അതൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം ഇതൊക്കെ നമ്മൾ ഒരു ഇത്രയും വർഷത്തിൻ്റെ എക്സ്പീരിയൻസിലാണ് നമ്മൾ അതൊക്കെ ഫൈനലി പഠിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു സിലബസിലൊക്കെ തന്നെ കുറച്ചും കൂടി അങ്ങനത്തെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഡോക്ടർ ഒരു ഫീമെയിൽ ഡെന്റിസ്റ്റ് ആണ്, സ്വന്തമായിട്ട് ക്ലിനിക്ക് റൺ ചെയ്യുന്നുണ്ട്. സോ അത് ആഗ്രഹിക്കുന്ന ഡോക്ടേഴ്സിനോട് എന്താ പറയുന്നത്? എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവും, എനിക്ക് ക്ലിനിക്ക് തുടങ്ങാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഡോക്ടറുടെ ഒരു അഡ്വൈസ് എന്താ? ഞാൻ സത്യം പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് ബിസിനസ് വേണ്ടെന്നുള്ളതായിരുന്നു. കാരണം ഞാനൊരു ബിസിനസ് പാരൻ്റ് ആയാലും എൻ്റെ ഉപ്പ ആയാലും ബ്രദർ ആയാലും ഒക്കെ ബിസിനസ് റൺ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബിസിനസ്സിൽ ഒബ്വിയസ്ലി അപ്സ് ആൻഡ് ഡൗൺസ് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡിലൊക്കെ ഞാനത് കണ്ടുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ബിസിനസ് ഫീൽഡിൽ ഞാൻ പോരുത് എന്നുള്ള രീതിയിലാണ്. മെഡിക്കൽ ഫീൽഡ് ആകുമ്പോൾ സ്റ്റേബിൾ അല്ലേ, എപ്പോഴും സ്റ്റേബിളാണ്, അങ്ങനെയാണല്ലോ നമ്മുടെ വിചാരം. അപ്പോൾ അങ്ങനെയാണ് മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യാൻ കാരണം. പക്ഷെ കറങ്ങി തിരിഞ്ഞ അവസാനം കംപ്ലീറ്റ്ലി ബിസിനസ് അല്ലെങ്കിലും ഓൾമോസ്റ്റ് ഒരു ബിസിനസ് പോലെയാണ് നമ്മൾ പ്രൈവറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെതായ വശങ്ങൾ, ഞാൻ ഈ പറഞ്ഞ വശങ്ങളൊന്നും അല്ലാണ്ട് ബിസിനസ്സിന് വേറെ ഒരു സൈഡ് ഉണ്ട്. അപ്പോൾ അതെല്ലാം മാനേജ് ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ഞാനത് ചൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഞാനൊരു 2 years കൺസൾട്ടൻ്റ് ആയിട്ട് എൻഡോഡോണ്ടിസ്റ്റ് ആയിട്ട് പല ക്ലിനിക്കുകളിൽ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കൂടുതലും എൻഡോനേക്കാളും റെസ്റ്റോറേറ്റീവ് ആസ്പെക്റ്റ് ആയിരുന്നു ഞാൻ കുറച്ചും കൂടി താല്പര്യം എനിക്ക്. അപ്പോൾ അത് എനിക്ക് ഈ കൺസൾട്ടൻസിന് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. അതാ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് സ്വന്തം ക്ലിനിക്ക് ഇടണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത്. അങ്ങനെയാണ്. ഫൈനലായിട്ട് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ആസ്പിറൻസിനോട് എന്താണ് ഒരു ഫൈനൽ അഡ്വൈസ് ഡോക്ടറിന് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ചൂസ് ചെയ്യുമ്പം ചിലരൊക്കെ എനിക്ക് മെസ്സേജൊക്കെ അയച്ച് ചോദിക്കാറുണ്ട്. പറയുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ കാണുമ്പോൾ ഒക്കെ ഇങ്ങനെ നമ്മൾ ക്ലിനിക്കിൽ വരുന്ന ചില പേഷ്യൻസ് വരെ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളൊക്കെ ചോദിക്കും, ഡോക്ടർ BDS കഴിഞ്ഞവർ കേട്ടോ പ്രത്യേകിച്ച്, ഡോക്ടർ കോളേജ് ആണോ ബ്രാൻഡ് മീൻസ് നമ്മുടെ സ്പെഷ്യാലിറ്റി ആണോ ചൂസ് ചെയ്യേണ്ടതെന്നുള്ള. അതിൽ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയന് കോളേജ് നിങ്ങൾ വിട്ടേക്ക്, കോളേജ് നോക്കണ്ടെന്നല്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ സ്പെഷ്യാലിറ്റിയാണ് ചൂസ് ചെയ്യേണ്ടത്. കാരണം അതാണ് നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എവിടെ പഠിച്ചു എന്നുള്ളതിനേക്കാളും ഇപ്പം നിങ്ങൾ എന്താ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് ഒബ്വിയസ്ലി ആയിട്ട് ഇമ്പോർട്ടൻറ്റ്. സോ ഈ എൻഡോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടി ഒരു മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അതിനൊക്കെ എന്തൂസിയാസം ഉള്ള ഒരു ഡോക്ടറിനാണ് എൻഡോ കുറച്ചും കൂടി ആപ്റ്റ് ആവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓൾസോ ഓരോ സ്പെഷ്യാലിറ്റിക്കും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ റെലവൻസും ഡെന്റിസ്ട്രി ഉണ്ട് എന്നുള്ളതും നമുക്ക് ഡോക്ടറിൻ്റെ ഡിസ്കഷൻസ് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സോ താങ്ക് യു സോ മച്ച് ഒരു വാല്യുബിൾ സമയം നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്തതിൽ. ഫൈനലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്ടറാണ്. എനിക്ക് തോന്നുന്നു ഡെന്റിസ്ട്രി ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ളതിൽ മാത്രം എപ്പോഴും ഒരു ടീം വർക്കാണ്. കാരണം നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് നമ്മൾ കൂടുതൽ. ഇപ്പം ഞാനിപ്പോൾ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു കേസ് വന്നാൽ നമ്മൾ ആ കേസിൻ്റെ പ്രോപ്പർ ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ നമ്മൾ കളക്റ്റീവായിട്ടാണ് വെച്ചാൽ ടീം വർക്കാണ്. ഇപ്പം നമ്മൾ പ്രോസ്റ്റോഡോണ്ടിസ്റ്റിനായാലും പെരിഡോണ്ടിസ്റ്റിനായാലും നമ്മൾ എല്ലാവരും കൂടി ഡിസൈഡ് ചെയ്തിട്ടാണ് ഫൈനലി ഒരു ട്രീറ്റ്മെൻറ്റിൽ എത്തുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ സ്പെഷ്യാലിറ്റിക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഒബ്വിയസ്ലി ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യാലിറ്റി ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബാക്കിയെല്ലാം വിട്ടു എന്നല്ല. നമ്മൾ അതിപ്പോൾ കൺസൾട്ടേഷൻ ആണെന്നുണ്ടെങ്കിലും പോലും അവിടെ നിന്നും നമ്മൾ കൺസൾട്ടൻസ് വേറെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് മാത്രം ഒതുങ്ങാൻ
നമ്മൾ അങ്ങനെ ആവണമെന്നൊന്നുമില്ല, നമുക്ക് എല്ലാം വേണം. കാരണം ഡെന്റിസ്ട്രി ആണ് ആസ് എ ഹോൾ ആണ്, വൺ മാൻ ഷോ അല്ല എന്തായാലും. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ വെച്ചാൽ വേറൊരാൾ പറഞ്ഞുകൊണ്ടോ അതോ ട്രെൻഡിങ് ആയതുകൊണ്ടോ നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ഫീൽഡിൽ ഒരു 25 to 30 നെക്സ്റ്റ് കമ്മിങ് ഇയേഴ്സ് നിങ്ങളവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു എൻത്യൂസിയാസം ഉള്ള ഇത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഈ ഒരു പോഡ്കാസ്റ്റ് നമ്മളുമായിട്ട് തന്നതിൽ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഡെഫിനറ്റ്ലി നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ. താങ്ക് യു.